1, 2, 3 start. ഹലോ നമ്മളിപ്പോ എവിടേക്കാ പോണേ? അതെ ഗൈസ്, നമ്മൾ ഊട്ടിക്ക് പോണ ഊട്ടി വ്ലോഗ് കാണാം. ഹലോ ഗൈസ്, അപ്പോൾ അതാ ഞങ്ങൾ ഫാമിലി എല്ലാവരും കൂടി ഊട്ടിക്കുള്ള ട്രിപ്പാണ്. നമ്മുടെ ഓണം വെക്കേഷൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ ട്രാവലിൻ്റെ ഇടയിൽ നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ റെസ്റ്റോറൻറ്റിലോട്ട് വന്നിരിക്കുകയാണ്. നല്ല മസാല ദോശ നെയ്റോസ്റ്റ് കഴിക്കാനാണ് പ്ലാൻ. അപ്പോൾ ഗൈസ് നമുക്ക് കഴിച്ചിട്ട് വരാം. ഇവിടെ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഉണ്ട്. എന്താണ് നെയ്റോസ്റ്റും നെയ്റോസ്റ്റും? ബംഗാളികളാണെങ്കിൽ പറയേ, ബംഗാളികളാണെങ്കിൽ ഹോൾസ് വട പറയും. ഓട്ടോ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിന് നല്ല നെയ്റോസ്റ്റ്, നല്ല ചൂടുള്ള ഫിൽറ്റർ കോഫിയൊക്കെ കുടിച്ചിട്ട് നമ്മുടെ യാത്ര അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യാം. അതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ ഫാമിലീനെ ഒന്ന് പരിചയപ്പെടുത്തി തരട്ടെ. ഇന്ന് തന്നെ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് എൻ്റെ ഇളയ വല്യച്ച്. ഇനി ബാക്കിയുള്ളവരെ ഞാൻ ട്രാവലറിൽ കയറിയിട്ട് കാണിച്ചു തരാം. ഇതാണ് കാർണൂർ, ഞങ്ങളുടെ സ്വന്തം അച്ഛമ്മ. പിന്നെ ഇവർ രണ്ടുപേരാണ് ഞങ്ങളുടെ മൂത്ത വല്യമ്മയും വല്യച്ഛനും. ഇതാണ് ഞാൻ അപ്പളെ കാണിച്ചത് എൻ്റെ ഇളയ വല്യച്ഛൻ്റെ വൈഫ്, എൻ്റെ വല്യമ്മ. ആള് നല്ല ഉറക്കത്തിലാണ്. പിന്നെ ഈ രണ്ടുപേരാണ് എൻ്റെ ഡാഡി കൂൾ ആൻഡ് മമ്മി ജി. ഇവരുടെ ഒക്കെ അനിയത്തിയാണ് ഈ പുള്ളി, അതായത് എൻ്റെ ആൻറ്റി, മിനി ആൻറ്റി. എൻ്റെ അടുത്തിരിക്കുന്ന എൻ്റെ കസിൻ ചേച്ചി അഞ്ചു ചേച്ചി. ഇതാണ് ഐഷ ചേച്ചി, ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ ഏറ്റവും മൂത്ത കുട്ടി. ഇതാണ് ആദു, എന്നെക്കാളും മൂത്തതാണ്. ഞാൻ ചേച്ചി നിന്നും വിളിക്കും. ഞങ്ങൾ നമ്മൾ എടാ പൊട ബന്ധമാണ്. വീഡിയോ എടുക്കാൻ മറന്നുകൊണ്ടാണ്, ഒരു കട്ടൗട്ട് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യണം. ഇതാണ് ഞങ്ങളുടെ വീട്ടിലെ ആൺതിരികൾ. കുറച്ച് പിരി ലൂസാണ്, കാര്യമാക്കി എടുക്കണ്ട. ഇതാണ് എൻ്റെ കൂടെപ്പറപ്പായ എൻ്റെ അനിയത്തി ദയ. ഇതാണ് എൻ്റെ സന്തോഷവും സങ്കടവും സ്നേഹവും തല്ലൂട്ടൊക്കെ നിറഞ്ഞ കുട്ടി ഫാമിലി. അങ്ങനെ ഇതാ ഊട്ടിക്കുള്ള എയർപിന്നൊക്കെ ഞങ്ങൾ കയറാൻ തുടങ്ങിയിട്ടുണ്ട്. ഫാമിലിയിൽ എല്ലാവരും പാട്ടിനും ഡാൻസിനും അഡിക്റ്റഡ് ആണ്. അതുകൊണ്ട് മേക്കും ഡാൻസ് ഇല്ലാത്ത ഒരു പരിപാടിയില്ല. ഇനി ഓരോ ആൾക്കാരുടെ കലാവിരുദ്ധകളാണ്. ആരാണി കള്ളം ചൊല്ലിയതാരാണാവോ? തേൻ വണ്ടു അലരേ തേൻ വണ്ട്. കുപ്പത്തൊട്ടിയിൽ മാണിക്കത്തെ കണ്ടുപിടിച്ചവൾ, അതിനെ മിന്നൽ കൊണ്ട് നൂലിൽ കോർത്ത് നെഞ്ചിലണിഞ്ഞവൾ. റിസോർട്ട് എത്തി, നമുക്ക് ഇറങ്ങാം. നമ്മളുടെ റിസോർട്ട് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ എന്താ പറയാ ഈ ഒരു റൂമിന്റെ പുറത്തുള്ള ഏരിയ. നമുക്ക് കളിക്കാനൊക്കെ ആയിട്ട്, ചെറിയ പിള്ളേർക്ക് കളിക്കാനായിട്ട് എന്തൊക്കെയൊക്കെയോ ഉണ്ട്. ഊഞ്ഞാലുണ്ട്, അങ്ങനെ കുറേയൊക്കെ ഉണ്ട്. ചെറിയ പിള്ളേർക്കല്ലേ, നമുക്കും കളിക്കാം. നമുക്ക് റൂമൊക്കെ പോയി കണ്ടിട്ട് വരാം. ഇതാ റൂം ചെക്കിൻ ആയിട്ടുണ്ട്. നമുക്ക് റൂമൊക്കെ പോയിട്ട് കണ്ടിട്ട് വരാം. അപ്പൊ ഇത് മൂന്നെണ്ണം ഇവിടുത്തെ നമ്മുടെ റൂമാണ്. നമുക്ക് റൂം പോയിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഇപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ റൂം വരുന്നത്. ഒരു ബെഡ്, ഒരു കണ്ണാടി വന്നു. ഇവിടെ നിന്നുള്ള വ്യൂ ആണ് അടിപൊളി. ഞാൻ കാണിച്ചൊരു വ്യൂ എങ്ങനെയാന്ന്. അപ്പൊ ഇങ്ങനെയാണ് ഇവിടുത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ. സമയം ഉച്ചയ്ക്ക് 1 മണിയാണ്. ഇവിടെ ഫുൾ കോടി ഇറങ്ങി നിൽക്കണം. ഊട്ടി എത്തി മക്കളെ, ഊട്ടി. എല്ലാരും ഉണ്ട് ഇപ്പൊ ഇവിടെ. നല്ല തണുത്ത് വറച്ചിരിക്കണം.
തള്ളകളൊക്കെ വൈബോ വൈബ് എന്താ കാണിക്കാ. തള്ളകള് പിള്ളേരെക്കാളും പരമാണ് ഗൈസ്. ഇവിടെ പിള്ളേര് ഒന്നും ചെയ്യണില്ല. നോക്കുന്നത് അപ്പൊ വീണ്ടും കേറുന്നു രണ്ടാമത്തത്. അപ്പൊ നമ്മുടെ ഉച്ചത്തെ ഫുഡ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് റിസോർട്ടിൽ തന്നെയാണ് നമ്മുടെ ഫുഡ്. നല്ല ചിക്കൻ ബിരിയാണിയും ചിക്കൻ 65 ആണുള്ളത്. നമുക്ക് കഴിക്കാൻ ഗൈസ്. ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ മധുരം നിർബന്ധമാണ്. അതിപ്പോൾ എത്ര തണുപ്പുള്ള സ്ഥലമാണെങ്കിലും എനിക്ക് ഐസ്ക്രീം കിട്ടിയാൽ ഞാൻ കഴിക്കും. അതുകൊണ്ട് നല്ല ഐസ്ക്രീമും ഗുലാബ് ജാമുനും ഉണ്ട് ഡിസേർട്ടായിട്ട്. നമുക്ക് കഴിക്കാം. ഇനി കഴിച്ചതൊക്കെ ഒന്ന് ദഹിക്കാനായിട്ട് നമുക്കൊന്ന് ഓടി കളിക്കാം. അതിൽ പ്രായ വ്യത്യാസമൊന്നുമില്ല, എല്ലാവരും ഉണ്ട് കളിക്കാൻ. നിങ്ങളുടെ എല്ലാവരുടെയും സ്വാഗതം. എന്തൊക്കെയാണെങ്കിലും ബിഗ് ബോസ് ഇല്ലാതെ ഒരു ദിവസം ഞങ്ങൾക്കില്ല. ഒരു എപ്പിസോഡ് പോലും മിസ്സാക്കാൻ പറ്റില്ല. അങ്ങനെ ബിഗ് ബോസ് ഒക്കെ കണ്ട് ചെറുതായിട്ട് അങ്ങോട്ട് ഉറങ്ങിപ്പോയിട്ടുണ്ട്. ഇതിപ്പോൾ നൈറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ക്യാമ്പ് ഫയറിൻ്റെ പരിപാടിയാണ്. ക്യാമ്പ് ഫയർ നടക്കുകയാണ് ഇവിടെ. ഇതവിടെ തീ കത്തിക്കുന്നുണ്ട്. ഇനി നമുക്ക് അവിടെ പോയിട്ട് കുറച്ച് എൻജോയ് ചെയ്യാം. ഊട്ടിയിൽ നല്ല കോട ഇറങ്ങിയ തണുപ്പിൽ ക്യാമ്പ് ഫയറിൻ്റെ ചുറ്റും ചൂടൊക്കെ കൊണ്ട് ഞങ്ങളുടെ ഫാമിലി വിശേഷങ്ങൾ പറയലായിരുന്നു മെയിൻ പരിപാടി. അതിൻ്റെ ഇടയിൽ ഇതാ ബാർബിക്യൂവിൻ്റെ പരിപാടികളും നടക്കുന്നുണ്ട്. അങ്ങനെ ആട്ടവും പാട്ടൊക്കെ കഴിഞ്ഞ് നമുക്ക് ഇനി ഫുഡിൻ്റെ പരിപാടിയിലോട്ട് കിടക്കാം. നല്ല ഫ്രൈഡ് റൈസും പൊറോട്ട, ചില്ലി ചിക്കൻ, ചിക്കൻ കറിയൊക്കെ ആയിരുന്നു നമ്മുടെ ഫുഡ്. അങ്ങനെ ഇന്നത്തെ കലാപരിപാടികൾക്ക് കർട്ടൻ ഇടാനായിട്ടുണ്ട്. ഇനി ഡേ 2 പരിപാടികളൊക്കെ ഞാൻ വേറെ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഫാമിലിയിലെ കുട്ടി കുട്ടി സന്തോഷങ്ങളും വിശേഷങ്ങളെല്ലാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.